ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊത്തിരി ധൈര്യവും ആശ്വാസവും തരുന്ന ഒരു വചനമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക. ഈശോ തിരഞ്ഞെടുത്ത 12 പേരോട് മാത്രമല്ല, നമ്മളോടുകൂടി ആയിട്ട് അവിടുന്ന് പറയുകയാണ്, നമ്മളെ ഭയപ്പെടുത്തുന്ന പാമ്പുകളുടെയും തേളുകളുടെയും മേലെ, നമ്മളെ ഭയപ്പെടുത്തുന്ന ശത്രുക്കളുടെ ശക്തികളുടെയും മേലെ നമ്മൾ ചവിട്ടി നടക്കാൻ അവിടുന്ന് അധികാരം നൽകുകയാണ്. ഒരു ശക്തിയും നമ്മളെ ഉപദ്രവിക്കത്തില്ലെന്നാണ് അവിടുന്ന് പറയുന്നത്. നമുക്ക് എന്തുമാത്രം ആശ്വാസമാണത് തരിക. വിശുദ്ധ പത്രോസ് തിരമാലകളുടെ മുകളിലൂടെ നടന്ന് യേശുവിൻ്റെ പക്കലേക്ക് പോയത് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. യേശുവിനെ നോക്കി നടന്നപ്പോൾ യേശുവിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു പത്രോസ്. പക്ഷേ ഇടയ്ക്ക് പത്രോസ് തിരമാലയെ നോക്കിയപ്പോൾ തിരമാല പത്രോസിനെ കീഴടക്കി, അതിൽ മുങ്ങിപ്പോയി. ഈശോ പിന്നെ രക്ഷിക്കുന്നു. നമ്മുടെയും പ്രശ്നം അത് തന്നെയാണ്. യേശുവിനെ നോക്കി നടക്കാതെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങൾ, നമ്മുടെ ശത്രുക്കൾ, ഇവരെയൊക്കെ നോക്കിയാണ് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റുന്നു? അവർ നമ്മളെ കീഴടക്കുന്നു, നമ്മളതിൽ മുങ്ങിപ്പോകുന്നു. അതിന് പകരം യേശുവിനെ നോക്കി നടക്കുമ്പോൾ യേശു നമ്മളെ കീഴടക്കും, യേശു നമ്മളെ സ്വന്തമാക്കും. യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ മീതെ നടന്നു പോകുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.